2008 നവംബറിലാണ് ഞാൻ ഖത്തറിലേക്ക് ഒരു യാത്ര പോയത്. ഖത്തറിലെ ദോഹയിൽ മലയാളി സമൂഹത്തിന്റെ സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് ഒരു സഞ്ചാരം. മരുഭൂമിയുടെ ഊഷരതയിൽ നിന്ന് വളർന്ന ഒരു രാജ്യത്തിന്റെ നേർക്കാഴ്ചകളാണ് ഖത്തർ എനിക്ക് തന്നത്. മരുഭൂമിയിലെ സവാരികൾ, സാഹസിക യാത്രകൾ, അതിമനോഹരമായ തീരങ്ങൾ, വളർച്ചയുടെ ദൃഷ്ടാന്തങ്ങളായ അമ്പരചുംബികൾ, അതെല്ലാം ഒന്നൊഴിയാതെ ഞാൻ പകർത്തിയെടുത്തു. 2008 ഡിസംബറിൽ തൊട്ടടുത്തുള്ള UAE-യിലേക്കും ഒരു യാത്ര പോയി, ദുബായിലേക്ക്. ലോകരാജ്യങ്ങളെല്ലാം സഞ്ചാരത്തിലൂടെ കാണിക്കുമ്പോൾ മലയാളികൾക്ക് ഏറെ ഹൃദയബന്ധമുള്ള ഗൾഫ് രാജ്യങ്ങൾ കൂടി കാണിക്കേണ്ടതുണ്ട് എന്ന ചിന്തയാണ് UAE-യിലൂടെ സഞ്ചാരം നടത്താൻ പ്രേരിപ്പിച്ചത്. ൽ ദുബായ് അതിന്റെ യഥാർത്ഥ വളർച്ച ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത്ഭുത നിർമ്മിതികൾ ഉയർന്നുകൊണ്ടിരുന്ന കാലം, വികസന കുതിപ്പിന്റെ ഒരു നല്ല കാലം. ബുർജ് ഖലീഫ ഉൾപ്പെടെയുള്ള അമ്പരചുംബികൾ അന്ന് യാഥാർത്ഥ്യമായിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്ന കാലം. മാനം മുട്ടെ വളരുന്ന ദുബായിയെ കണ്ട് ഞാൻ അന്തം വിട്ടു നിന്ന നാളുകളായിരുന്നു അത്. പാം ജുമൈറ പോലുള്ള മനുഷ്യനിർമ്മിത ദ്വീപുകൾ സാധ്യമാണെന്ന തിരിച്ചറിവിലേക്കാണ് ദുബായ് സഞ്ചാരം എന്നെ എത്തിച്ചത്. ഇബൻ ബത്തൂത്ത പോലുള്ള കൂറ്റൻ സാംസ്കാരിക മാളുകൾ, അതിബൃഹത്തായ എയർപോർട്ട്, ഇതൊക്കെ കണ്ട് എന്നിലെ മലയാളി വിസ്മയഭരിതനായി ദുബായ് യാത്രയിൽ. 2009 എത്തുമ്പോൾ സഞ്ചാരം ആരംഭിച്ചിട്ട് ഒരു വ്യാഴവട്ടം പൂർത്തിയാവുകയായിരുന്നു. സംഭവബഹുലമായ 12 വർഷങ്ങൾ. 2009 ഫെബ്രുവരിയിൽ അതുവരെ പോയിട്ടില്ലാത്ത ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഒരു യാത്ര പുറപ്പെട്ടു. ലാറ്റിൻ അമേരിക്കൻ സഞ്ചാരത്തെക്കാൾ അതിബൃഹത്തായ മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു ആ യാത്രയ്ക്ക്: അന്റാർട്ടിക്കയിലേക്ക് പോവുക. ലാറ്റിൻ അമേരിക്കയിലെ ചിലിയിൽ നിന്നുമാണ് അന്റാർട്ടിക്കൻ പര്യവേക്ഷണത്തിന് പുറപ്പെടേണ്ടത്. അതുകൊണ്ടാണ് ആ യാത്രയുടെ ഭാഗമായി ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ ഉൾപ്പെടുത്തിയത്. അന്റാർട്ടിക്കൻ പര്യവേക്ഷണം എന്റെ വലിയൊരു സ്വപ്നമായിരുന്നു. ആ യാത്ര തുടങ്ങുന്നതിനു മുൻപ് ഞാൻ അലേഹോ കോൺട്രാഡസ് എന്നൊരാളെ പരിചയപ്പെട്ടിരുന്നു. അതിസാഹസികനായ ഒരു മനുഷ്യനാണ് അലേഹോ. അദ്ദേഹമാണ് അന്റാർട്ടിക്കൻ യാത്രയ്ക്കുള്ള അവസരമൊരുക്കിത്തന്നത്. ചിലിയിൽ നിന്നും ഒരു ചെറുവിമാനം വാടകയ്ക്കെടുത്ത് പല രാജ്യക്കാരായ ഞങ്ങൾ 8 പേർ ചേർന്ന് അന്റാർട്ടിക്കയിലേക്ക് പറക്കുക എന്നതായിരുന്നു ആശയം. അങ്ങനെ 2009 ഫെബ്രുവരി 14 ഞങ്ങൾ അന്റാർട്ടിക്കയിലേക്ക് പുറപ്പെട്ടു. ചിലിയിലെ പ്യൂണ്ടാറിനാസിൽ നിന്നും വാടകയ്ക്കെടുത്ത വിമാനത്തിൽ ഞങ്ങൾ യാത്രികരെ കൂടാതെ 2 പൈലറ്റുമാരുമുണ്ടായിരുന്നു. ആ വിമാനം അന്റാർട്ടിക്കയിൽ ചിലിയുടെ ബേസ് ക്യാമ്പിൽ പറന്നിറങ്ങി. അവിടെ ചിലിയുടെയും റഷ്യയുടെയും ബേസ് ക്യാമ്പുകളിൽ സന്ദർശനം. പെൻഗ്വിൻ ദ്വീപിലേക്കും ആറ്റ്ലി ദ്വീപിലേക്കും എലിഫന്റ് ദ്വീപുകളുടെ തീരങ്ങളിലേക്കും ദീർഘമായ യാത്രകൾ. കാറ്റു നിറച്ച ഒരു റബ്ബർ ബോട്ടിൽ മഞ്ഞുറഞ്ഞു കിടക്കുന്ന അന്റാർട്ടിക്കൻ കടലിലൂടെ അതിസാഹസികമായിട്ടായിരുന്നു യാത്ര. ഇന്നും കോരിത്തെരിപ്പിക്കുന്ന ഒരോർമ്മയാണ് അന്റാർട്ടിക്കയിലെ ആ ബോട്ട് യാത്രകൾ. മഞ്ഞുമലകൾ ഇടിഞ്ഞു വീഴുന്നതും ഭൗമതാപത്തിന്റെ വർധന കൊണ്ട് അന്റാർട്ടിക്കയിലെ ഗ്ലേഷ്യറുകൾ വിണ്ടുകീറുന്നതുമെല്ലാം നേരിൽ കാണാനും ചിത്രീകരിക്കാനും ആ യാത്രയിലൂടെ കഴിഞ്ഞു. അന്റാർട്ടിക്കയിൽ നിന്നും മടങ്ങിയത് ചിലിയുടെ തെക്കേയറ്റത്തെ പട്ടണമായ പ്യൂണ്ടാറിനാസിലേക്ക് തന്നെയാണ്. ആ നഗരത്തിന്റെ കാഴ്ചകൾ പകർത്തിയെടുത്ത ശേഷം ചിലിയുടെ തലസ്ഥാനമായ സാന്റിയാഗോയിലേക്ക് എത്തി.
അത്ഭുത കാഴ്ചകളുള്ള ഒരു സ്പാനിഷ് കുടിയേറ്റ പട്ടണം. ചരിത്രം സ്പന്ദിക്കുന്ന സാന്റിയാഗോയുടെ തെരുവുകളിലൂടെ ഏറെ നേരം ക്യാമറയുമായി നടന്നു. കീഴടക്കലുകളുടെയും ഏറ്റുമുട്ടലിന്റെയും അട്ടിമറികളുടെയും കഥകൾ ഉറങ്ങുന്ന സാന്റിയാഗോ നഗരം. അവിടെ നിന്നും വാൽപെറൈസോ എന്ന തുറമുഖ പട്ടണത്തിലേക്കാണ് പോയത്. ഒരു കാലത്ത് ആഠ്യത്വത്തിന്റെയും സമ്പന്നതയുടെയും പ്രതീകമായിരുന്നു വാൽപെറൈസോ. ഇന്നാകട്ടെ ആ പട്ടണത്തിന്റെ പ്രതാപം കെട്ടുപോയിരിക്കുന്നു. മനോഹരമായ ഒരു ക്ലിഫിൽ സ്ഥിതി ചെയ്യുന്ന വാൽപെറൈസോയും തുടർന്ന് വിനാഡെൽമാർ തുടങ്ങിയ സുന്ദര പ്രദേശങ്ങളും സന്ദർശിച്ചു. ചിലിയെക്കുറിച്ചുണ്ടായിരുന്ന മുൻധാരണകളെല്ലാം ആ യാത്രയോടെ മാറി. സുന്ദരവും പ്രൗഢവുമായ ഒരു രാഷ്ട്രമായി ചിലി ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ചിലിയിലെ സാന്റിയാഗോയിൽ നിന്നും അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിലേക്കാണ് പറന്നത്. ആൻഡീസ് പർവ്വതത്തെ കുറുകെ കടന്നുള്ള ദീർഘമായൊരു വിമാനയാത്രയായിരുന്നു അത്. ബ്യൂണസ് അയേഴ്സ് നഗരത്തിന്റെ ചരിത്രസ്പർശമുള്ള ചത്തുരങ്ങൾ, പോയ കാലത്തിന്റെ സ്മരണ പേറുന്ന ഒബ്ലിസ്കുകൾ, ജനത്തിരക്കുള്ള തെരുവുകൾ. അവിടെ നിന്നും പരാന നദിയുടെ ഡെൽറ്റയിലേക്ക് ദീർഘമായ യാത്രകൾ നടത്തി. സാൻ ഇസിദ്രോ, ടിഗർ പട്ടണങ്ങൾ, നദികളിലൂടെയുള്ള ദീർഘമായ ജലയാത്രകൾ. അർജന്റീനയിൽ നിന്നും പറന്നത് ബ്രസീലിലെ സാവോ പോളോയിലേക്കായിരുന്നു. അതിസുന്ദരമായൊരു പട്ടണം. ലാറ്റിൻ അമേരിക്കയുടെ ഭൂരിപക്ഷ പ്രദേശങ്ങളും പണ്ട് സ്പെയിൻകാരുടെ അധീനതയിലായിരുന്നെങ്കിൽ ബ്രസീൽ പറയുന്നത് പോർച്ചുഗീസ് കുടിയേറ്റത്തിന്റെ കഥയാണ്. കുടിയേറ്റ ചരിത്രം വിവരിക്കുന്ന സ്മാരകങ്ങൾ, ദേവാലയങ്ങൾ, നഗരചത്തുരങ്ങൾ, അതെല്ലാം സന്ദർശിച്ച ശേഷം റിയോ ഡി ജനീറോ എന്ന തീരദേശ പട്ടണത്തിലേക്ക്. സഞ്ചാരത്തിനിടയിൽ ഞാൻ സന്ദർശിച്ച ഏറ്റവും സുന്ദരമായ പട്ടണങ്ങളിലൊന്നാണ് റിയോ. പക്ഷേ കൊള്ളക്കാരും അധോലോക സംഘങ്ങളും മോഷ്ടാക്കളും വിഹരിക്കുന്ന ഒരു പട്ടണം കൂടിയാണത്. റിയോയുടെ തെരുവുകളിലൂടെ ദീർഘയാത്ര തന്നെ നടത്തി. കൊർക്കോവാഡോ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്രൈസ്റ്റ് ദ റെഡീമർ പ്രതിമയുടെ ചുവട്ടിലേക്ക് കയറി ചെന്നു. കോപ്പ കബാന ബീച്ചിന്റെ അതിവിശാലമായ മണൽപ്പരപ്പിലൂടെ ദീർഘനേരം നടന്നു. മാറക്കാന എന്ന ലോകപ്രശസ്ത സ്റ്റേഡിയത്തെ അത്ഭുതത്തോടെ കണ്ടുനിന്നു. ലാറ്റിൻ അമേരിക്കയുടെ ചൂടും ചൂരുമുള്ള ദൃശ്യങ്ങളും അനുഭവങ്ങളുമായാണ് ബ്രസീലിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങിയത്. 2009 ഓഗസ്റ്റിൽ റഷ്യയിലേക്ക് മാത്രമായി വീണ്ടും ഒരു യാത്ര. മോസ്കോ, സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്നീ നഗരങ്ങളെ വിശദമായി ക്യാമറയിൽ പകർത്തുകയായിരുന്നു ആ യാത്രയുടെ ലക്ഷ്യം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഒരിക്കൽ മോസ്കോ സന്ദർശിച്ചതാണ്. എന്നാൽ കൂടുതൽ ദിവസം ആ നഗരത്തിൽ താമസിച്ച് അവിടുത്തെ കാഴ്ചകൾ വളരെ വിശദമായി സഞ്ചാരത്തിനു വേണ്ടി പകർത്തിയെടുക്കുക എന്നതായിരുന്നു ഇത്തവണത്തെ ലക്ഷ്യം. 3000-ലേറെ സിനിമകൾ സൃഷ്ടിച്ച മോസ് ഫിലിം എന്ന ബൃഹത്തായ സ്റ്റുഡിയോയുടെ ക്യാമ്പസിൽ താമസിച്ചുകൊണ്ട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രകൾ, മോസ്ക്വ നദിയിലൂടെ ബോട്ടിൽ നടത്തിയ സഞ്ചാരങ്ങൾ, മോസ്കോയിലും പരിസരത്തുമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളും മൊണാസ്ട്രികളും നഗരചത്തുരങ്ങളും ഭരണസിരാകേന്ദ്രങ്ങളും കൊട്ടാരക്കെട്ടുകളും കണ്ടു. മോസ്കോയിൽ നിന്നും റഷ്യയുടെ ഉൾനാടുകളിലേക്ക് സഞ്ചരിച്ചു. പിന്നീട് സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് യാത്രയായി. നേവ നദിയുടെ തീരത്തെ പ്രൗഢ നഗരമാണ് സെന്റ് പീറ്റേഴ്സ്ബർഗ്. ബോൾഷെവിക് വിപ്ലവം ചക്രവർത്തി ഭരണത്തെ തകർത്തെറിയുന്നത് കണ്ട നഗരം. കനാലുകളുടെ ആ നഗരത്തിൽ വിശദമായ യാത്ര തന്നെ നടത്തി. ചരിത്രമന്ദിരങ്ങൾ അതിരിട്ടു നിൽക്കുന്ന കനാലുകളിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചു. പ്രൗഢിയാർന്ന വസ്ത്രം ധരിച്ച മനുഷ്യരും ഉദ്യാനങ്ങളും കൊട്ടാരക്കെട്ടുകളും എല്ലാം ചേർന്ന സെന്റ് പീറ്റേഴ്സ്ബർഗ് എനിക്ക് മറക്കാനാവാത്ത അനുഭവമായി. നിരവധി എപ്പിസോഡുകളിലേക്ക് സഞ്ചാരം വളരുകയായിരുന്നു. യാത്രകൾ പിന്നെയും തുടർന്നു. 2009 ഡിസംബറിൽ ദീർഘമായൊരു കരീബിയൻ കപ്പൽ യാത്രയ്ക്ക് ഇറങ്ങിപ്പുറപ്പെട്ടു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ മയാമിയിൽ വിമാനമിറങ്ങിയാണ് കൂറ്റനൊരു ഉല്ലാസക്കപ്പലിലേക്ക് കയറിയത്. കാർണിവൽ കമ്പനിയുടെ കാർണിവൽ വാലർ എന്ന കപ്പലിലായിരുന്നു കരീബിയൻ കടൽ യാത്ര.
3 പുതിയ രാജ്യങ്ങളിലേക്കും 4-5 ദ്വീപുകളിലേക്കും നീളുന്ന ദീർഘമായൊരു കടൽ യാത്രയായിരുന്നു അത്. അത്യാഡംബര സൗകര്യങ്ങളുള്ള കപ്പൽ. അത് ആദ്യമെടുത്തത് കെയ്മാൻ എന്ന കരീബിയൻ ദ്വീപിലേക്കാണ്. വിസ്തൃതിയും ജനസംഖ്യയും നന്നേ കുറഞ്ഞ കരീബിയൻ രാഷ്ട്രങ്ങളിൽ എങ്ങനെ ജീവിതം പുലരുന്നു എന്നത് അത്ഭുതകരമായ കാഴ്ചയും അറിവുമായിരുന്നു. കരീബിയൻ രാഷ്ട്രങ്ങളിൽ ഓരോന്നിലും വ്യത്യസ്തമായ സാമ്പത്തിക അവസ്ഥകളാണെന്ന് കണ്ടറിഞ്ഞു. ചില കരീബിയൻ രാജ്യങ്ങൾ സമ്പന്നതയുടെയും ആഢ്യത്വത്തിന്റെയും കേളീരംഗങ്ങളാണെങ്കിൽ മറ്റു ചിലത് ദാരിദ്ര്യം കുടികുത്തി വാഴുന്ന തുരുത്തുകളാണ്. കെയ്മാൻ എന്ന സമ്പന്ന ദ്വീപിൽ നിന്നും യാത്ര തുടർന്ന കപ്പൽ എത്തിയത് ഹോണ്ടുറാസിലാണ്. അവിടുത്തെ കാഴ്ചകൾ കണ്ടും ക്യാമറയിൽ പകർത്തിയും ഒരു പകൽ. തുടർന്ന് ബെലീസ് എന്ന രാജ്യത്തേക്കെത്തി. അവിടെ നിന്നും മെക്സിക്കോയുടെ ഭാഗമായ കൊസുമൽ ദ്വീപിലേക്കും യാത്ര ചെയ്തു. കപ്പൽ ഓരോ രാത്രിയിലും കടലിലൂടെ ദീർഘമായി സഞ്ചരിച്ചപ്പോൾ തൊട്ടടുത്ത പകലിൽ അത് അടുക്കുന്ന തീരങ്ങളിൽ ഉല്ലാസത്തിനുള്ള അവസരമൊരുക്കി. ആ കൂറ്റൻ കപ്പലിലെ 7 ദിനരാത്രങ്ങൾ അവിസ്മരണീയമായിരുന്നു. രാത്രികളിൽ കപ്പലിനുള്ളിലെ ആഘോഷം, പകൽ നേരത്ത് ഒന്നിനൊന്ന് വ്യത്യസ്തമായ കരീബിയൻ ദ്വീപുകളുടെ കാഴ്ചാനുഭവങ്ങൾ, വ്യത്യസ്തമായ ജീവിത വീക്ഷണമുള്ള 4000-ഓളം സഞ്ചാരികൾക്കൊപ്പം ഒരു മലയാളിയുടെ യാത്ര, ഒഴുകുന്ന ഒരു പട്ടണം. അതായിരുന്നു കാർണിവൽ വാലർ എന്ന ഉല്ലാസക്കപ്പൽ. സവിശേഷമായൊരു ജീവിത വീക്ഷണവും അനുഭവങ്ങളും ആർജിച്ചാണ് ആ കപ്പൽ യാത്രയ്ക്ക് ശേഷം നാട്ടിലേക്ക് മടങ്ങിയത്. 4 രാജ്യങ്ങൾ: മലേഷ്യ, തായ്ലാന്റ്, ടാൻസാനിയ, ചൈന. അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 12ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിന്നത്തെ യാത്ര ഒമാനിലേക്കായിരുന്നു. 2010 മാർച്ചിൽ ഒമാനിലെ മസ്കറ്റിൽ വിമാനമിറങ്ങി. ഗൾഫ് നാടുകളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ദൃശ്യപരമായ സങ്കല്പങ്ങളെയെല്ലാം പൊളിച്ചെഴുതുന്ന നാടാണ് ഒമാനെന്ന് ആ യാത്രയിൽ തിരിച്ചറിഞ്ഞു. മസ്കറ്റ് നഗരത്തിന്റെ സൂക്കുകൾ, കരകൗശല വസ്തുക്കൾ മുതൽ നാടൻ വിഭവങ്ങൾ വരെ വിൽക്കുന്ന ചന്തകൾ, സുന്ദരമായ തെരുവുകൾ. അവിടെ മലയാളികളുടെ സാന്നിധ്യമില്ലാത്ത ഒരിടവുമില്ലെന്ന് കണ്ടറിഞ്ഞു. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കോട്ടകൊത്തളങ്ങൾ, കൊട്ടാരക്കെട്ടുകൾ, മോസ്കുകൾ, ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അതെല്ലാം എനിക്ക് ആശ്ചര്യം പകരുന്ന കാഴ്ചകളായിരുന്നു. മസ്കറ്റിൽ നിന്നും സൂർ എന്ന പ്രദേശത്തേക്ക് അതിദീർഘമായൊരു യാത്ര. സൂറിലെ സങ്കര വംശജരായ മനുഷ്യർ, ജബൽ അക്തർ, ജബൽ ഷംസ് തുടങ്ങിയ മലകളിലേക്കുള്ള ദീർഘയാത്രകൾ, ഗോത്രഗ്രാമങ്ങൾ, നിസ്വ, ബഹ്ല തുടങ്ങിയ കോട്ടനഗരങ്ങളിലേക്കുള്ള സഞ്ചാരം. ഒമാൻ എന്ന വ്യത്യസ്ത ഭൂവിടം അത്ഭുതങ്ങളുടെ കാഴ്ചകളുമായി സഞ്ചാരത്തിൽ നിറഞ്ഞ നാളുകളായിരുന്നു അത്. മെയ് 18 തീയതി ഞാൻ മറ്റൊരു യാത്ര പുറപ്പെട്ടു. സീഷെൽസ് എന്ന കൊച്ചു ദ്വീപുരാഷ്ട്രത്തിലേക്കായിരുന്നു യാത്ര. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായ സീഷെൽസ്. ഫ്രഞ്ചുകാർ ദീർഘകാലം തങ്ങളുടേതാക്കി വെച്ച ആ ദ്വീപ് ഇന്ന് സ്വതന്ത്ര രാജ്യമാണ്. വിക്ടോറിയ എന്ന തലസ്ഥാന നഗരത്തിന് സമീപത്തെ എയർപോർട്ടിൽ വിമാനമിറങ്ങുമ്പോൾ വ്യത്യസ്തമായ കാഴ്ചകളാണ് സീഷെൽസ് എനിക്ക് വേണ്ടി കാത്തുവച്ചിരുന്നത്. ഒരു രാജ്യതലസ്ഥാനത്തിന് വേണ്ട സൗകര്യമോ സൗന്ദര്യമോ ഒന്നുമില്ലാത്ത വിക്ടോറിയ നഗരം. അവിടെ നിന്നും ഏറെ അകലെയുള്ള അൻസെ റോയാൽ എന്ന പ്രദേശത്താണ് ഞാൻ താമസത്തിന് മുറിയെടുത്തിരുന്നത്. അൻസെ റോയാലിൽ നിന്നും ദിവസവും രാവിലെ ബസ് പിടിച്ച് തലസ്ഥാന നഗരത്തിലേക്ക് പോവുകയും അവിടെ നിന്ന് കാഴ്ചകൾ ചിത്രീകരിച്ച് ലോക്കൽ ബസ്സിൽ തന്നെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തിരുന്ന നാളുകൾ. സീഷെൽസിലെ ജനങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അവരോടൊപ്പം ജീവിക്കുകയായിരുന്നു ഏതാനും ദിവസങ്ങളിൽ. ബോവാലൻ എന്ന ബീച്ച്, അവിടുത്തെ ആഘോഷത്തിന്റെ സായന്തനങ്ങൾ,
രാത്രി കാഴ്ചകൾ. സീഷെൽസ് എന്ന ദ്വീപിനെ ചുറ്റി ഒരു കറ്റമരനിൽ നടത്തിയ സഞ്ചാരം. അവിസ്മരണീയമായ ഒരു അനുഭവം തന്നെയായിരുന്നു ആ കറ്റമരൻ യാത്ര. സീഷെൽസിൽ നിന്നും മറ്റൊരു ആഫ്രിക്കൻ ദ്വീപിലേക്കാണ് പോയത്, മൗറീഷ്യസിലേക്ക്. ഇന്ത്യക്കാരുടെ വംശാവലി ഏറെ പടർന്നു കിടക്കുന്ന ഒരു നാടാണ് മൗറീഷ്യസ്. പോർട്ട് ലൂയിസ് എന്ന രാജ്യ തലസ്ഥാനം. തുടർന്ന് ബാലക്ലാവ, ട്രിയോലെറ്റ് തുടങ്ങിയ നിരവധി പട്ടണങ്ങളിലേക്ക്. മൗറീഷ്യസ് എന്ന ദ്വീപിൽ ആകെ ഒന്ന് ചുറ്റി സഞ്ചരിച്ചു. കരിമ്പിൻ തോട്ടങ്ങൾ നിറഞ്ഞ മൗറീഷ്യസിന്റെ ഉൾനാടുകളിലൂടെയുള്ള എന്റെ യാത്രകൾ സഞ്ചാരം പ്രേക്ഷകർക്കും വേറിട്ട ഒരു അനുഭവമായിരുന്നു. ഇന്ത്യയുടെ അയൽരാജ്യമായ മ്യാൻമർ. മൗറീഷ്യസിൽ നിന്നും മടങ്ങി അധികനാൾ കഴിയുന്നതിനു മുൻപ് തന്നെ 2010 ജൂലൈയിലാണ് മ്യാൻമറിലേക്ക് യാത്ര പുറപ്പെടുന്നത്. 2010 ഞാൻ സന്ദർശിക്കുന്ന നാളുകളിൽ അവിടെ പട്ടാള ഭരണമാണ്. ഇപ്പോൾ രാജ്യത്തിന്റെ ഭരണം നിയന്ത്രിക്കുന്ന സ്റ്റേറ്റ് കൗൺസിലർ ഓങ് സാൻ സൂക്കി അന്ന് വീട്ടുതടങ്കലിലും. മ്യാൻമറിന്റെ ദാരിദ്ര്യമാണ് ആ സഞ്ചാരത്തിൽ എനിക്ക് എവിടെയും കാണാനായത്. വ്യത്യസ്തമായൊരു സംസ്കാരമുള്ള മ്യാൻമർ. ഏറെ പകിട്ടുണ്ടായിരുന്ന യംഗൂൺ നഗരം നിറം മങ്ങിപ്പോയിരുന്നു. നഗരമാകെ മുഷിഞ്ഞുകിടക്കുന്ന ഒരു കാഴ്ച. എങ്കിലും മ്യാൻമറിലെ പഗോഡകൾ എനിക്ക് അത്ഭുതമായി. ഷതഗോൺ പഗോഡ അതിൽ ഏറ്റവും പ്രമുഖമാണ്. മുഷിഞ്ഞ ഒരു നഗരത്തിനു നടുവിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്ന സ്വർണ്ണ പഗോഡയാണത്. വിശ്വാസ തീവ്രത ഏത് സ്വേച്ഛാധിപത്യത്തിൻ കീഴിലും തിളങ്ങി നിൽക്കുന്നതെങ്ങനെയാണെന്ന് ഷതഗോൺ പഗോഡ കാണിച്ചു തരികയായിരുന്നു. യംഗൂൺ നദിയിലെ തുറമുഖങ്ങൾ, അവിടെ നിരന്നുകിടക്കുന്ന കടത്തുബോട്ടുകൾ, കപ്പലുകൾ, കപ്പലിൽ നിന്ന് ചരക്കിറക്കുന്ന തൊഴിലാളികൾ. യംഗൂൺ നഗരത്തിലെ ഒരു സർക്കുലർ ട്രെയിനിൽ നടത്തിയ യാത്ര കാലം എത്ര കഴിഞ്ഞാലും ഓർമ്മയിൽ നിന്ന് മായുകയില്ല. ഏറ്റവും ആധുനികമായ ട്രെയിനുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. എന്നാൽ ഏറ്റവും വികൃതമായ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തത് യംഗൂണിലാണ്. പൊട്ടിപ്പൊളിഞ്ഞ ബോഗികളുള്ള, ഡ്രൈവറുടെ ഇഷ്ടാനുസരണം എവിടെയും നിർത്തിയിടുന്ന ഒരു ട്രെയിൻ. യംഗൂണിന്റെ പ്രാന്തഭാഗങ്ങളിൽ നടത്തിയ യാത്രയിലും കാഴ്ചകളേറെയുണ്ടായിരുന്നു. ബർമീസ് തേക്ക് അട്ടിവെച്ചിരിക്കുന്ന വമ്പൻ യാർഡുകളിലൂടെ കടന്നുപോയി. ഇന്ത്യൻ വംശജരായ നിരവധി തമിഴരെ പരിചയപ്പെട്ടു. അവരുടെ വീടുകളിൽ ചെന്ന് പരിമിതമായ സാഹചര്യത്തിൽ അവർ ഒരുക്കിയ സൽക്കാരങ്ങൾ ഏറ്റുവാങ്ങി. സഞ്ചാരം തുടരുക തന്നെയായിരുന്നു. ഇതിനിടെ പലതവണ അമേരിക്കയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നു. ഒരു യാത്ര. യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30ഓളം പേരാണ് സഹയാത്രികർ എന്നതുകൊണ്ട് തന്നെ യാത്രയുടെ 20 ദിവസങ്ങൾ കൊണ്ട് അമേരിക്കൻ ജീവിതത്തെയും അമേരിക്കൻ സംസ്കാരത്തെയും അമേരിക്കക്കാരുടെ ജീവിത വീക്ഷണത്തെയും അടുത്തറിയാനായി. കാലിഫോർണിയ, നെവാദ, അരിസോണ എന്നീ സംസ്ഥാനങ്ങളിലൂടെ അതിദീർഘമായ ആ യാത്ര നീണ്ടു. ഗംഭീരമായ ഒരനുഭവം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്ന രാഷ്ട്രത്തിന്റെ തന്നെ വ്യത്യസ്തമായ മുഖമാണ് അന്ന് എന്റെ മുന്നിൽ തെളിഞ്ഞത്. അവരുടെ പ്രകൃതി സ്നേഹവും നാഷണൽ പാർക്കുകൾ സംരക്ഷിക്കുന്നതിലെ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനങ്ങളും നഗരാസൂത്രണ കുശലതയുമെല്ലാം നേരിൽ കാണാനായി. സാൻ ഫ്രാൻസിസ്കോയിലെ ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് പോലുള്ള അതിമഹത്തായ നിർമ്മിതികൾ കണ്ടു. 1 നൂറ്റാണ്ട് മുൻപ് നിർമ്മിക്കുമ്പോൾ പാലത്തിൽ 6 വരി പാത വേണമെന്ന നിഷ്കർഷയെക്കുറിച്ച് ഇന്നോർക്കുമ്പോൾ ആശ്ചര്യപ്പെടാതിരിക്കുന്നതെങ്ങനെ? അൽക്കട്രാസ് ദ്വീപിലെ പടുകൂറ്റൻ ജയിലിന്റെ കാഴ്ചകൾ.
അവിടെ നിന്നും ജയിൽ ചാടിയ തടവുപുള്ളികളുടെ ഇതിഹാസ സമാനമായ കഥകൾ, ഇതെല്ലാം ആ യാത്രയിൽ എനിക്ക് ലഭിച്ചു. വിദേശയാത്രകൾ തുടരുന്നതിനിടെ തന്നെ ഇന്ത്യൻ യാത്രകളും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഹരിദ്വാറിലേക്കും ഋഷികേശിലേക്കും ബദ്രീനാഥിലേക്കുമെല്ലാമുള്ള യാത്രകൾ, ഹിമാലയത്തിലെ ചാർധാം യാത്രയിലെ അപൂർവ അനുഭവങ്ങൾ, ഉത്തരേന്ത്യയിലെ വ്യത്യസ്തമായ കാഴ്ചകൾ, സഞ്ചാരത്തിലേക്ക് കടന്നുവന്ന നാളുകൾ. വിദേശയാത്രകൾക്കിടയിൽ ഉത്തരേന്ത്യയെ ഏതാണ്ട് സമഗ്രമായി തന്നെ സഞ്ചാരത്തിന്റെ പല പല എപ്പിസോഡുകളിലായി അവതരിപ്പിച്ച ഇടവേളകൾ. യാത്രകൾ അവസാനിക്കുകയായിരുന്നില്ല, അത് കൂടുതൽ ആവേശത്തോടെ തുടരുകയായിരുന്നു. 2010 ആയപ്പോഴേക്കും സഞ്ചാരം ഏതാണ്ട് 70ഓളം രാജ്യങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു.